മഹാമായി പറയൂ ജെറി. ഹൗസിംഗ് ലോണിന് അഡ്രസ് ചേഞ്ച് നോട്ടറി കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. അവനെവിടെ ഗോവിന്ദ്? ഉരുളുവാ ഇന്നും. ആ 3 പ്രദക്ഷിണം കഴിഞ്ഞു, ഇനി 4 കൂടിയേ ഉള്ളൂ. ആരാ അഭി വിളിക്കണേ? ജെറിയാ, ജെറിയേ എന്നെ ചുറ്റിക്കാടാ. നീ പിന്നെ വിളിക്കേ. മിണ്ടിക്കൂടാ. ഓ അഭി കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? പാടില്ല, ഫലം പോവും. എന്റെ മലം പോവും. ഇങ്ങോട്ടല്ല അങ്ങോട്ട്. എങ്ങോട്ടാലും ഉരുണ്ടാ പോരെ. ഇവളോട് പൊറുക്കണേ. ആ പറയൂ ജെറി. അല്ല അഭിരാമി, അപ്പൊ മിനിഞ്ഞാന്നുണ്ടത്? അത് ശിവന്റെ അമ്പലത്തിലല്ലേ. അത് ഭർത്താവിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതാ. ഇത് കുടുംബത്തിന്റെ ടോട്ടൽ ഐശ്വര്യത്തിന് വേണ്ടിട്ടാ. ജെറി ഉരുണ്ടിട്ടുണ്ടോ? പള്ളിയിലായാലും ഉരുൾച്ച നല്ലതാ. ഗോവിന്ദേട്ടന്റെ ഉയർച്ചയ്ക്കൊക്കെ കാരണം ഈ പ്രദക്ഷിണം ചെയ്യലും ഈശ്വരവിശ്വാസവും കാവടിയെടുക്കലും ശിവലിംഗത്തിലും ഒക്കെയാണ്. എന്തിനാ ഓടണേ? ആനയ്ക്ക് പദമോ? ആനയ്ക്കല്ല നിന്റെ അമ്മൂമ്മടം. അല്പം വഴി തരൂ. ആ ശരി ശരി, അവനോട് വൈകിട്ട് ഓഫീസിൽ വരാൻ പറ. അതോ വൈകിട്ട് ഉണ്ടോ ഉരുൾച്ച? ഇല്ലല്ല, ഇന്ന് വൈകിട്ട് ആനന്ദവല്ലീശ്വരത്ത് ഭജനയാ. മരിച്ചുപോയ എന്റെ മുത്തച്ഛന്റെ നേർച്ചയാ. അവിടുത്തെ പ്രസാദച്ചോറ് കേമാ. നേതിച്ചോറുമായിട്ട് വൈകിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മേ മഹാമായേ. കർത്താവേ ദൈവപുത്ര. ഇയാൾക്ക് ഇത്ര മര്യാദയില്ലേ? അമ്പലത്തിൽ നിൽക്കുമ്പോഴാണോ ഫോൺ ചെയ്യുന്നത്? അയ്യോ, എന്റെ ഭർത്താവിനെ കണ്ടോ? ആരാ കുട്ടിയുടെ ഭർത്താവ്? അതിപ്പോ ഉരുണ്ടിട്ട് ഒരാളെന്ന് നിക്കണു. നാരായണ ഭഗവാനെ രക്ഷിക്കണേ. അയ്യേ, അങ്ങനത്തെ ഉരുണ്ടിട്ടല്ല. ഈ ശയന പ്രദർശനം വെച്ച ഉരുളില്ലേ? ഓ ശയന പ്രദക്ഷിണം. ആ ദാ വരുന്നതാണോ? ഇത്ര പെട്ടെന്ന് ചുറ്റി വന്നോ? നിത്യാഭ്യാസി ആന ചുമക്കൊന്നുമില്ല അഭിരാമി. ഇല്ല, എന്തോ കള്ളത്തരം കാണിച്ചു. കള്ളത്തരം കാണിക്കേ. സത്യമായിട്ട് ഞാൻ മുഴുവൻ ഉരുണ്ടത് വേണമെങ്കിൽ ഞാൻ കണ്ടതാ. ഇയാള് നിത്യം ഉരുളുന്നോണ്ട് അമ്പലത്തിലെ നടപ്പാതെ ഇപ്പൊ കഴുകണ്ട. കണ്ടാഭി കളിയാക്കിട്ട് പോണ കണ്ട. എന്നെ ഇപ്പൊ നാട്ടുകാര് മുരളി ഗോവിന്ദ് എന്നല്ല വിളിക്കണേ, ഉരുളി ഗോവിന്ദ് എന്നാ. അതെ, ഈ നേർച്ചയൊക്കെ സന്തോഷത്തോടെ വേണം ചെയ്യാൻ. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തിനു വേണ്ടിട്ടാ ഈ ഉരുൾച്ച? ഇത് തന്നെ എല്ലാരും ചോദിക്കണം, എന്തിനു വേണ്ടിട്ടാണ് ഈ ഉരുളിച്ചാന്ന്. നമുക്ക് നല്ലൊരു കുഞ്ഞുണ്ടാവണം, അതിനു വേണ്ടിട്ടല്ലേ? അഭിരാമി അതിന് ഇവിടെ കിടന്നല്ലേ ഉരുളേണ്ടത്. വാ നമുക്ക് വീട്ടിൽ പോയിട്ട് ഉരുള. ഉരുള ഉരുളട്ടെ. ഉരുളും. Now there is only 4 days left for the entrance examination. The result was excellent for the last 27 batches. This time also my students must stand topmost in the examination. Well, do you have any doubts? അർജുൻ ഗുഡ് മോർണിംഗ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോന്ന്? ഈ ക്ലാസ് എപ്പോഴാ കഴിയണേ? Okay students, let's wind up. Be cool and face the examination with confidence. All the best. Bye. Arjun, what is your intention? Why are you sleeping in the class? മനുഷ്യൻ എപ്പോഴെങ്കിലും ഒന്ന് ഉറങ്ങണ്ടേ? ഞാൻ നിന്റെ ഭർത്താവല്ലേ, എനിക്കൊരു ഇത്തിരി റെസ്റ്റ് തന്നെ. നിനക്കെന്താ തോന്നാത്തത്? രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ 10 മണി വരെ പഠിത്തം, അത് കഴിഞ്ഞ് എന്റെ ജോലി, വീണ്ടും പഠിത്തം. ഞാൻ മടുത്തു. Hey Arjun, what nonsense are you talking? മരണം വരെ പഠിക്കണമെന്നാണ് മഹാന്മാരെ വരെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ പഠിച്ചു പഠിച്ച് മരിക്കണോന്നല്ലല്ലോ. See Arjun, studying is... വീണെ ആദ്യം നീ നിന്റെ ഇംഗ്ലീഷ് ഒന്ന് നിർത്ത്. What is wrong with English? ആത്മവിശ്വാസം കൊണ്ടുന്ന ഭാഷയല്ലേ ഇംഗ്ലീഷ്. ദേ ഇപ്പൊ തന്നെ നോക്കി, ഈ കോച്ചിങ് സെന്ററിലൂടെ മന്ത്ലി 1 lakh നമ്മൾ ഏൺ ചെയ്യുന്നു. എങ്ങനാ? ബിക്കോസ് ഓഫ് ഇംഗ്ലീഷ്. ഓ ഒക്കെ സംഭവിച്ചു. എന്റെ ഭാര്യ ഇതുപോലൊരു വെറൈറ്റി ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നതിന് എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ എനിക്ക് എന്റേതായ താല്പര്യങ്ങളുണ്ട് വീണ്. ഇന്റീരിയർ ഡിസൈനറായ എന്നെ പിടിച്ച IAS ഓഫീസർ ആക്കണമെന്നൊക്കെ വാശി പിടിച്ച എന്റെ ബന്ധുക്കളുടെയും കൂട്ടുകാരികളുടെയും അവരുടെ ഭർത്താക്കന്മാരുടെയൊക്കെ മുൻപിൽ എന്റെ ഭർത്താവായിരിക്കണം വലുത്. പ്ലീസ്, ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. എന്റെ ഒരു ആഗ്രഹമല്ലേ, ഈ IAS എക്സാം ഞാൻ ജയിപ്പിച്ചു തരാം. ഓക്കെ, അർജുൻ ഉറങ്ങിയപ്പോഴത്തെ ചാപ്റ്റർ അത്. ഓരോരുത്തർ വന്നോളും പഠിപ്പിക്കാതിരിക്കുമ്പോ. അവരെയാണ് രക്ഷകരെന്ന് പറയുന്നത്. ഇതൊന്ന് പഠിച്ചോളണേ, ഞാൻ ഇപ്പൊ വരാം. ദേഷ്യം വരുന്നുണ്ട്. അമ്മേ മഹാമായേ. വാ ബി വാ.
എന്തിയാ അവനെന്തി? പഠിക്കാതിരിത്തേക്ക. ഞാൻ ഊഹിച്ചു. ഡാ, ആ നീ പഠിക്കാന്ന് പറഞ്ഞിട്ട് ഇവൻ വെറുതെ കുത്തിരിക്കാനുള്ള വീണ. ഓഹോ, ഇന്ന് എവിടെ ആയിരുന്നു? ഇന്ന് അവസാനം ഉരുണ്ടത് എവിടെയാ? ആനന്ദവല്ലീശ്വരം. ആ, ആനന്ദവല്ലി. ഇതാ പ്രസാദം. ഞാൻ തെളിയിച്ചോളാവേ. ദാ. ഇനി ഇതിനകത്ത് സ്ഥലമില്ല കേട്ടോ. നീ ഇവ കൊടുത്തേ. ആ, ആനന്ദവല്ലീശ്വര ക്ഷേത്രത്തിലെ നേതിച്ചോറ ഒരാഴ്ച തുടർച്ചയായി കഴിച്ചാൽ ഫലസ്ഥിതി ഉറപ്പാ. ഞങ്ങള് രാത്രി ചപ്പാത്തിയും ചിക്കൻ കറിയാ. ചപ്പാത്തിയും ചിക്കൻ കറിന്ന് അങ്ങനെ എന്ന് പിടിച്ച ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ നമുക്ക് പിന്നെ കഴിക്കും. ഇത് അമ്പലത്തിലെ പ്രസാദം വേണ്ടാന്ന് പറയാൻ പറ്റില്ല. കഴിക്ക്, ഞാൻ അനുഭവിക്കാം, നീ അനുഭവിക്കാം. ഇത് ഇങ്ങനെയല്ല, സ്പീഡിൽ കഴിച്ചാൽ എന്താ ടേസ്റ്റ് എന്ന് അറിയാം. ഇങ്ങനെ സ്പീഡിൽ കഴിച്ചിട്ടാണ് ഇവിടെ അച്ഛൻ മരിച്ചു പോയത്. ഞാൻ പെടാൻ പാടില്ല. ഇതിനും അല്ല, 10 റൗണ്ട് ഉരുണ്ടിട്ട് ഇത് തിന്നണം. എന്താ ടേസ്റ്റ് എന്നറിയോ? അതെ, ഞങ്ങള് വന്ന് വരുന്ന വ്യാഴാഴ്ച വീട്ടിലൊരു പൂജയുണ്ട്. മമ്മിയൊരു ശ്രീധരൻ തിരുമുൽപ്പാടാ കാർമികൻ. 1,00,000 രൂപയാ ചെലവ്. നടത്തുന്നവർക്ക് മാത്രമല്ല, പങ്കെടുക്കുന്നവർക്ക് ഐശ്വര്യം ഉണ്ടാവും. വരണം. അയ്യോ, അന്ന് എനിക്ക് ക്ലാസ് ഉണ്ടല്ലോ. അറിയാലോ, ഒരു ദിവസം 4 ബാച്ചാ. മാസം 1.5 ലക്ഷത്തിന്റെ വരുമാനം ഉണ്ടേ. എന്ന് വെച്ചാ ഗോവിന്ദേട്ടന് ഒരാഴ്ച കിട്ടുന്ന വരുമാനം ഉണ്ടെന്ന്. പിന്നെ അമ്മേ മഹാമായേ, നന്നായിരിക്കട്ടെ. നിന്റെ ചപ്പാത്തി ഗോവിന്ദേട്ടാ വന്നേ. ഓ അയ്യോ സോറി എടാ, ഇവിടെ ഒരുപാട് പഠിക്കണ്ടപ്പോ. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. പൂജാ ദിവസം കൃത്യമായിട്ട് എത്തണം. ഞാൻ ടീനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ പൂജയ്ക്ക് ജാതി മതം ഒന്നുമില്ല. എടാ കുറച്ചുകൂടി വേണം. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോടാ. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോയാലോ? അയ്യോ ഇല്ല, കൊട്ടാരം ഭഗവതി ക്ഷേത്രത്തിലെ ദീപാരാധന. ഓ, ഇനി അവിടെ ഉണ്ടോ? ഇനിയുണ്ടെന്ന്. പോട്ടെ. വാ. പഠിത്തം തന്നെ നല്ല അടിയാ. വേഗം വാ. അഭിരാമി, when exactly the puja be over? Will it be late? Night will be okay. ഗുഡ് നൈറ്റ്. ശരിയല്ലേ? കണ്ട, ഇംഗ്ലീഷിന്റെ ഗുണം കണ്ട. നമുക്ക് ഐശ്വര്യം കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല പൂജയ്ക്ക് വിളിച്ചേ, അവളുടെ പത്രാസ് കാണിക്കാൻ വേണ്ടിയിട്ടാ. ഇനി പൂജയ്ക്ക് സഹിക്കണം.